കവിതാസ് പോസിറ്റീവ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ചീര പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടോ? ഞാനിവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ ഞാൻ ബാൽക്കണിയിൽ ചെറുതായിട്ട് കുറച്ച് ചെറിയ ഫ്ലവേഴ്സും കുറച്ച് ഗാർഡനും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം അതിൽ നിന്നെടുത്ത എൻ്റെ ഗാർഡനിൽ നിന്നെടുത്ത ചീര കൊണ്ടുള്ള ഒരു സിമ്പിൾ ക്യുക്ക് ചീര പച്ചടിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ഗാർഡനിൽ നിന്ന് എടുത്തതാണ് ഈ ചീര. ഈ ഒരൊറ്റ ചീര മതി ചീര പച്ചടിക്ക്. പച്ചടിക്ക് നമ്മൾ കുറേ ചീരയൊന്നും ചേർക്കാൻ പാടില്ല, കുറച്ച് ചീര ചേർക്കാവും, എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചീര ചെറുതായിട്ട് അരിയുക, തണ്ടോടുകൂടി അരിയുക. തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. അധികം മൂക്കാത്ത ചീരയാകുമ്പോൾ നമുക്ക് തണ്ട് ഉപയോഗിക്കാം. പച്ചമുളകും ചീരയും കൂടെ നന്നായിട്ട് എണ്ണ ഒഴിച്ച് വഴറ്റി വേവിച്ചെടുക്കുക. പിന്നെ തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഇത് നമ്മൾ പേസ്റ്റാക്കി അരച്ചെടുക്കണം. മിക്സിയിൽ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ ഇത് കടുക് വറുക്കുന്ന സാധനങ്ങൾ, ചെറിയുള്ളി, കടുക്, ഉണക്കമുളക്, കടുക് വറുക്കുന്നത്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഈ ചീരയും പച്ചമുളകും കൂടെ, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് രണ്ടും കൂടെ വഴറ്റി വേവിച്ചെടുക്കണം. ഓക്കെ, ഇതിപ്പം നമുക്ക് ഈ തേങ്ങ, ജീരകം, വെളുത്തുള്ളി കൂടുതൽ എടുക്കൽ, കുറച്ച് എടുക്കാവൂ. രണ്ടല്ലി വെളുത്തുള്ളി മാത്രമേ എടുക്കാവൂ. ഇത് നമ്മൾ മിക്സിക്കകത്തിൽ നല്ല പേസ്റ്റാക്കി പേസ്റ്റാക്കി അടിച്ചു. പിന്നെ തൈര് വേണം. പിന്നെ ചീര ഇത് നമ്മൾ ഇതിലിട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ച് എടുക്കുക. ഇത് കണ്ടോ, നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, കുറച്ച് മുളക് പൊടി ചേർക്കുക, കുറച്ച് ഉപ്പ് ചേർക്കുക. ഇത്രയും ചേർത്ത് ഇത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചരപ്പില്ലേ, അത് ചൂടോടുകൂടി അത് ചേർത്ത് വഴറ്റി എടുക്കുക. തീ ഓഫ് ചെയ്ത ശേഷമേ ചേർക്കാൻ തേങ്ങ, അപ്പോൾ ചൂടോടുകൂടി ചേർക്കണം അത്. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തൈര് അതിലേക്ക് ചേർക്കുക. ഓക്കെ, തൈര് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് ഇളക്കി, കടുക് വറുത്ത് നമ്മൾ നേരത്തെ വെച്ചില്ലേ, ചെറിയുള്ളി, ഉണക്കമുളക്, കടുക് ഇത്രയും കൂടെ വഴറ്റി ഇതിലേക്ക് ചേർത്ത് കറിവേപ്പിലയും ചേർക്കാം. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരപ്പച്ചടി റെഡി. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ.